നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. 13ാമത്തെ വയസ്സിൽ വീഴ്ചയിലുണ്ടായ ഗുരുതര പരിക്ക് മൂലം വലതുകാലിൽ ഇടുപ്പെല്ലിന് ക്ഷതം സംഭവിച്ച തിരുവനന്തപുരം ആറ്റിങ്ങലിലെ വീട്ടമ്മയ്ക്ക് തന്റെ 63ാം വയസ്സിൽ വർഷങ്ങൾ നീണ്ട ദുരിത ജീവിതത്തിന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പുനർജന്മം. വീട്ടുജോലികൾ ചെയ്ത് കുടുംബം പോറ്റുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ ഗിരിജയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിയാരത്തെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സ കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ സുനിൽ, ഡോക്ടർ റിയാസ്, ഡോക്ടർ അൻസാരി, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ അജിത്തിന്റെയും നേതൃത്വത്തിലുള്ള ഡോക്ടർമാരും മറ്റു ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീമാണ് ഈ മാസം 5-ന് ഗിരിജിയുടെ വലത്ത് കാലിലെ ഇടുപ്പെല്ല് പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന് കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ടോളമായി ചെറുപ്പകാലത്ത് സംഭവിച്ച ഒരു ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് സ്വന്തം ജീവൻ നിത്യജോലിയെടുത്ത് സ്വന്തം ജീവിതം മുമ്പോട്ട് പോകാൻ പോലും വിഷമിക്കുന്ന ഒരു സ്ത്രീക്ക് വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തിനടുത്തുള്ള ആറ്റിങ്ങൽ സ്വദേശിയായ ഒരു സ്ത്രീയാണ്. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും അവർ കയറി ഇറങ്ങിയെങ്കിലും ഈ ശസ്ത്രക്രിയ നടത്തുവാനുള്ള ഭീമമായ ചെലവ് താങ്ങാൻ പറ്റാത്ത അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒടുവിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുകയുണ്ടായി. ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പുറത്ത് ഉള്ള ആശുപത്രികൾ മടിക്കുന്നതിനുള്ള മറ്റൊരു കാരണം വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ഇതിന് വേണ്ടി വരും എന്നതുകൊണ്ടുകൂടിയായിരുന്നു. അപ്പോൾ ഈ സർജറി എന്ന് പറഞ്ഞാൽ ചെയ്യാനായിട്ടുള്ള ആ ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓർത്തോ യൂണിറ്റിലുള്ള ഫുൾ ടീമും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റിയാസ്, അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ അൻസാരി, പിന്നെ ഡോക്ടർ ഹരി, ഞങ്ങൾ 4 പേരുമുള്ള ടീമാണ് ഈ സർജറി ചെയ്തത്. അനസ്തീഷ്യ ഹെഡ് വകുപ്പ് മേധാവി ഡോക്ടർ അജിത്ത് ആണ് അനസ്തീഷ്യ കൊടുത്തത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ അനസ്തീഷ്യ ആയിരുന്നാലും അനസ്തീഷ്യയുടെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ അനാൽജസിയ, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വേദന ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ, അതിന് ഡോക്ടർ അജിത്ത് ഞങ്ങൾ അനസ്തീഷ്യ സമയത്ത് മാത്രമല്ല പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ വാർഡിലെ സിസ്റ്റർമാരായിരുന്നാലും ശരി, അതുപോലെ ബാക്കി സ്റ്റാഫ്, എല്ലാ സ്റ്റാഫും വളരെയധികം സഹകരിച്ച്, കാര്യം പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പരിഗണന തന്നെ ഈ പേഷ്യൻറ്റിന് കൊടുത്തു എന്നുള്ളതാണ്. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം നമ്മളെ അന്വേഷിച്ച് ഈ സർജറി ചെയ്യാൻ ഇവിടെ വന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ഫെബ്രുവരി മാസം 28-ന് സ്വദേശമായ ആറ്റിങ്ങലിൽ നിന്ന് വന്ന രോഗിയെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ചെറുപ്പത്തിൽ സംഭവിച്ച വീഴ്ചയുടെ ആഘാതത്തിൽ വലതുകാലിലെ ഇടുപ്പെല്ലിന് ക്ഷതം സംഭവിച്ച് ദ്രവിച്ചു പോയ നിലയിലായിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ്, സൂപ്രണ്ട് ഡോക്ടർ സുദീപ്, ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ എന്നിവരോടുള്ള സ്നേഹവും കടപ്പാടും രോഗിയുടെയും കുടുംബത്തിന്റെയും വാക്കുകളിൽ പ്രകടമായിരുന്നു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.